30 സെൻറ്റിമീറ്റർ സ്ഥലത്തെ പയറാണ് കേട്ടോ. അപ്പുറം വേറെയും കിടപ്പുണ്ട്. അപ്പോൾ 1/2 കിലോയ്ക്ക് മുകളിൽ പയറാണ് ഇവിടെ ചെറിയ സ്പോട്ടിൽ നിന്ന് വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേട്ടകി എന്നുള്ള പേരിലാണ് ഈ പയർ വരുന്നത്. ഹൈബ്രിഡാണ് കേട്ടോ. മറ്റുള്ള നാടൻ പയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജലാംശം ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ടേസ്റ്റ് അല്പം കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിന് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. കണ്ടോ, അതെ, അത്യാവശ്യം ഒരു വള്ളിപ്പന്നേരെ ലെങ്ത് ഉണ്ട്. പക്ഷേ മണി അകലം കൂടുതലാണ്. അതാണ് ഇച്ചിരി ടേസ്റ്റ് കുറവ് വരുന്നത്. പക്ഷേ വ്യാവസായിക അടിസ്ഥാനത്തിൽ മാർക്കറ്റ് ആണെങ്കിൽ അടിപൊളി ലാഭം തരുന്ന ഒരു കൃഷിയാണ്. 1 ഏക്കറിലായിട്ട് 3 വെറൈറ്റി പയറാണ് ചേരിക്കുന്നത്. അപ്പോൾ 3നും 3 രീതിയിലുള്ള വിളവും ടേസ്റ്റും വളരെ വ്യത്യസ്തമാണ്. ഈ പയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നാടൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ മണി കണ്ട വലിയ കാമ്പാണ്. ഇത് അത്യാവശ്യം തടപ്പയറായിട്ട്, അതായത് എറണാകുളം കോട്ടയം സൈഡൊക്കെ തടപ്പയറായിട്ട് ഉപയോഗിക്കും. വലിയ മണിയാണ്. അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് കൂടും. പടർപ്പും വളരെ കുറവാണ്. അപ്പോൾ ബുഷായിട്ട് നിൽക്കും. മറ്റുള്ള പയറിനേക്കാളും വളരെ വേഗത്തിൽ കായ്ക്കും. ഇത് 45 ദിവസം കൊണ്ട് വിളവെടുക്കാം. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിൽ 1 ഏക്കർ സ്ഥലത്താണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പയറാണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഈൽഡിൻ്റെ കാര്യത്തിലും തീരെ മോശമില്ല. അതായത് ആവറേജ് രീതിയിൽ റിസൾട്ട് തരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പയറാണ് VU5. ഞാനിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്, നല്ല പച്ചപ്പാണ്, മണ്ണിയൊക്കെ അത്യാവശ്യം അടുപ്പായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ജലാംശം കുറവാണ്. അതാണ് ഈ പയറിന് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അതെ, ഈ രീതിക്ക് വിളവെടുക്കാമെങ്കിൽ അടിപൊളിയായിരിക്കും. മാത്രമല്ല ഇതെന്ന് വെച്ചാൽ മൂപ്പിച്ചെടുക്കാൻ പറ്റിയില്ല. അതായത് തടപ്പരായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര ഒരു ഗുമ്മ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു പരുവത്തിൽ 1-2 ദിവസങ്ങളാണ് വിളവെടുക്കുന്നത്. ഈ പയർ നമുക്ക് 55 ദിവസം മാത്രമേ നല്ല ഈൽഡിലേക്ക് വരത്തുള്ളൂ. സൈഡ്പാടായിട്ട് പയറിന് വലിയ ദോഷമില്ലാത്ത രീതിയിൽ കുക്കുംബറും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. നാടൻ വയലറ്റ് പയർ 100 സെൻറ്റിമീറ്റർ വരെ ലെങ്തിൽ വളരും പയർ ചെടി. ഈ കേട്ടകി ഇനത്തിൽപ്പെട്ട പയർ 200 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വരെ വളരും. പക്ഷേ നമുക്ക് ബുഷായിട്ടും വളർത്താം, വേലിപ്പന്തൽ ഇട്ട് വേണേൽ വളർത്താം. വേലിപ്പന്തലിട്ട് വളർത്തിയാങ്കിൽ നല്ല ഈൽഡിലേക്ക് വരും. പക്ഷേ നമ്മൾ കുറ്റിപ്പയറായിട്ട് തന്നെ വളർത്തുന്നതുകൊണ്ട് നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ പൂവും കായ ആകും മുമ്പ് തന്നെ കൂമ്പങ്ങോട്ട് നുള്ളിക്കൊടുക്കും. അന്നേരം ഒരുപാട് ബ്രാഞ്ചസ് പൊട്ടും. അപ്പോൾ ഈ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൂമ്പ് നുള്ളലാണ്. ഈ കേട്ടകി ഇനത്തിൽപ്പെട്ട ഇളം പച്ചപ്പയർ 50 ദിവസം തൊട്ട് നമുക്ക് വിളവെടുത്ത് തുടങ്ങാം. എല്ലാ കൃഷിയിടത്തിലും 3 വെറൈറ്റികൾ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ ഒരു വെറൈറ്റി ആയിരിക്കും. ഈ തോട്ടത്തിൽ 2000 മൂട് ഈ ഒരു ഇളം പച്ചപ്പയറാണ് ചേരിക്കുന്നത്. 500 ചോട് നാടൻ പയറും 500 ചോട് ഈ കരിമ്പച്ചപ്പയറും. ജൂൺ അവസാനത്തോടുകൂടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. നല്ല മഴയത്ത് ഈൽഡ് വളരെ കുറയും. അതായത് രാവിലെ നല്ല ശക്തമായ മഴ വേണമെങ്കിൽ ഈ പൂവെല്ലാം അടർന്നു പോകും. പൂക്കളും വ്യത്യസ്തമായ പൂക്കളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ കാണുന്നത് നല്ല ഭംഗിയായിരിക്കും. പറിക്കുന്ന സമയത്ത് ഒരേപോലെ വിളവെടുക്കും. പറിക്കുന്നതനുസരിച്ച് അതിരാവിലെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും. പയർ കൃഷിയെ സംബന്ധിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ കൂടുതൽ കൃഷിയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ പോയി നോക്കാമെന്നാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമാണെന്നേ. ബൈ.